എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. 6ാം ക്ലാസ് വരെ ഞാനും അവനും പുറത്താണ് പഠിച്ചത്. അവൻ ദുബായിലും ഞാൻ ക്ലാസ്സിൻ്റെ പുറത്തും. ഇവൻ ഈ നാട്ടിൽ വന്നപ്പോഴാണ് മലയാളം പഠിക്കുന്നത്. മലയാളം എനിക്ക് ദുബായ് പഠിച്ചുകൊണ്ട് കുറച്ചേ അറിയുള്ളൂ. ഇംഗ്ലീഷ് പക്ഷേ ഇവന് ഒട്ടും അറിയില്ല. അപ്പം മലയാളം സാറ് ഈ ഒറ്റ വാക്യത്തിലാക്കുക എന്നുള്ള സാധനം ഉണ്ടല്ലോ, നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മൂപ്പ് എത്താത്ത തേങ്ങ ഇളഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ ഇത് ഇവൻ നാട്ടിൽ വന്നപ്പോൾ സാറ് കുറച്ച് സ്പീഡിലാണ് പഠിപ്പിക്കുന്നത്. മൂപ്പത്താത്ത തേങ്ങ ഇളഞ്ഞിന്ന് വിളിക്കും, മൂപ്പത്താത്ത തേങ്ങ ഇളഞ്ഞിന്ന് വിളിക്കും, മൂപ്പത്താത്ത തേങ്ങ ഇളഞ്ഞി വിളിക്കും. അപ്പോൾ ഇവൻ ഈ ഡൗട്ട് ചോദിക്കുന്നതിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ഇവൻ കൈ അങ്ങ് ഒന്നിച്ചു. സാറ് പറഞ്ഞു, എന്താ നിന്നെ ഡൗട്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ മൂപ്പത്താത്ത മാത്രം എന്താ തേങ്ങനെ ഇളഞ്ഞിന്ന് വിളിക്കുന്നത്, നമുക്കും വിളിച്ചൂടെ എന്ന് ചോദിച്ചു. ഇവൻ്റെ PSCക്ക് ചോദിച്ച ചോദ്യം പോലെ ആ ക്ലാസ്സിലുള്ള ആർക്കും എൻ്റെ ഡൗട്ട് മനസ്സിലായില്ല. എന്തിന് സാറിന് പോലും മനസ്സിലായില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി. കാരണം ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിക്കുടുത്താത്ത, പാന്താത്ത, കദീസ്താത്ത, ബീവാത്ത ഇങ്ങനെ കുറേ ഇത്താത്തമാരുള്ള നാടാണ്. ഇവൻ വിചാരിച്ച് ഈ മൂപ്പത്താത്ത എന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള ഏതോ ഒരു ഇത്താത്തയാണ്. അതിൻ്റെ ഈ ഇത്താത്തയാണ് ഈ തേങ്ങ ഇരുന്നിട്ട് ഇളഞ്ഞി എന്ന് വിളിക്കുന്നത്. ഞാനും ഇവനും കൂടി ഇവന് മേലാസകലം ചൊറി വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള വലിയൊരു ഡോക്ടറുണ്ട്, ഉണ്ണി ഡോക്ടർ എന്നാ പേര്. പുള്ളിയെ കാണിക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പം പുള്ളിയുടെ മോളാണ് ഉള്ളത്. ഇവൻ്റെ അസുഖം മാറി, ഇവന് വേറൊരു അസുഖം കൂടി വന്നു. ഈ പെൺപിള്ളേരെ കാണുമ്പോൾ ചിലർക്ക് ഉണ്ടാകുന്ന അസുഖമുണ്ട്. ഇപ്പം പറഞ്ഞു, നമുക്ക് ഇവിടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അത് വേണോ, വെറുതെ നാണം കെടും. ഇത് സിമ്പിളാണ്, നമുക്ക് ആവശ്യമുള്ള ഇംഗ്ലീഷൊക്കെ നമ്മളിപ്പം തന്നെ മൊബൈലിൽ നോക്കിയിട്ട് പഠിച്ചു വെക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടാത്ത വരികയാണെങ്കിൽ ഞാൻ നിനക്ക് സിഗ്നൽ തരാം, നീ മൊബൈലിൽ നോക്കിയാൽ മതിയാറ്. ഞാൻ പറഞ്ഞു ഓക്കെ. ഞങ്ങൾ ഉള്ളിൽ കയറി ഞങ്ങൾ ഇവളോട് സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പരബോറ. എവളെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജി പണിക്കർ എഴുതിയ സ്ക്രിപ്റ്റ് മമ്മൂട്ടി പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതുപോലെ പടക്കം പടപെടാറുണ്ട് ഇംഗ്ലീഷ്. ഓക്കെ, വാട്ട്സ് യുവർ പ്രോബ്ലം? യെസ്, ലെറ്റ് മീ ഹാവ് എ ലുക്ക്. യാ, വാട്ട്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവള് പറപറാന്ന് ഇംഗ്ലീഷ്. ഇത് കേട്ടിട്ട് ഞങ്ങൾ ഈ പാർലമെന്റിൽ നേതാക്കന്മാർ പ്രസംഗം കേട്ടായിരുന്നു ഇങ്ങനെ ഗൗരവത്തിലിരിക്കുമല്ലോ, അതുപോലെ തന്നെ ഞങ്ങളും കുറച്ച് ഗൗരവത്തിലിരുന്നു. ഒക്കെ മനസ്സിലാവുന്നുണ്ടെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ ആ ചോദ്യം ചോദിച്ചത്, Do you have any rashes of your trunk? ഈ ട്രങ്ക് എന്നുള്ള വാക്ക് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതെന്താന്ന് മനസ്സിലാവുന്നില്ല. ഈ കലോത്സവത്തിലും മൂകാഭിനയത്തിന് കാണിക്കുന്നവർ ഇവൻ എന്നെ കുറെ കണ്ണിറുക്കി കാണിച്ചു മൊബൈലിൽ നോക്കാൻ. ഞാൻ ഈ സാധനം നോക്കിയിട്ട് കിട്ടണ്ടേ. ഉണ്ണി ഡോക്ടർ കയറി വന്നു. ഉണ്ണി ഡോക്ടർ ചോദിച്ചാൽ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇങ്ങനെ ട്രങ്കിൽ ഇവർക്ക് റാഷസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അതിനെന്താ പ്രശ്നം, ജസ്റ്റ് ഒന്ന് ഷർട്ട് അയച്ചാൽ പോരെയെന്ന് ചോദിച്ചു. ഷർട്ട് അയച്ചാൽ മതിയൊന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു, പൊന്നു മോനെ, മെഡിക്കൽ ടേമിൽ ട്രങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ കൗത്തിൻ്റെ ഇടം തൊട്ടിട്ട് പള്ളൻ്റെ ഇടം വരെയുള്ള സ്ഥലമാണ്. ഇതൊന്ന് ഷർട്ട് അയച്ചു കൊടുത്താൽ കാണാവുന്ന പ്രശ്നമുള്ളൂ. മര്യാദയ്ക്ക് ഇത് അറിയില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അവിടെ വെച്ച് അവനക്ക് 2 അസുഖത്തിനുള്ള മരുന്ന് കിട്ടി. ഒന്ന് ഈ പെൺപിള്ളേരെ കാണുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനും, ഒന്ന് അവൻ്റെ ചൊറിക്കുള്ളതായിരുന്നു.